Hi, hello guys, welcome back to my channel Dove from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്താണ് അവരുടെ ഒരു ആഗ്രഹം, അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. കുറ്റബോധമാണോ അതോ ഒന്നും വേണ്ട എന്നുള്ള തീരുമാനമാണോ, എന്ത് ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ട് നിൽക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ളതിൽ നിൽക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷനിൽ സംതിങ് ഒരു തകർച്ച അവിടെ ഉണ്ടാകുന്നുണ്ട്. തകർച്ച മീൻസ് അവർ തമ്മിൽ തകർന്ന് തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കോട്ടം വരുത്തുന്നു, അതല്ല ഞാൻ പറയുന്നത്. അവരുടെ റിലേഷൻഷിപ്പിൽ തകർച്ച ഉണ്ടാകാനുള്ളൊരു ടൈം, അവർക്കിടയിൽ വിള്ളലാകാനുള്ളൊരു ടൈം തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ട് കിടക്കുന്നത് തേർഡ് പാർട്ടി അല്ല, സോറി, നിങ്ങളുടെ ഒരു പേഴ്സണാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നല്ലൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയത്തില്ല. അവരൊരു ക്രോസ് റോഡിലാണ് നിൽക്കുന്നത്. എങ്ങോട്ട് പോകണം, ഈ വഴി തിരഞ്ഞെടുക്കണമോ മറ്റേ വഴി തിരഞ്ഞെടുക്കണമോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലാണ് അവരുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഓക്കെ, അവരുടെ മനസ്സിൽ അവരെന്തോ ഒരു കുറ്റബോധം ചെയ്തു എന്നുള്ള റിഗ്രറ്റ് ചെറുതായിട്ടെങ്കിലും വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളടുത്ത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇങ്ങനെയൊക്കെയുള്ള തെറ്റ് ചെയ്തതിൻ്റെ കർമ്മ അവർക്ക് ഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കുറ്റബോധം അവർ വേട്ടയാടുന്നുണ്ട്. ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ കർമ്മ കൊണ്ടാണ് അവരുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു തേർഡ് പാർട്ടിയുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റായി തുടങ്ങിയിരിക്കുന്നത് എന്ന് അവർക്ക് റിയലൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഒരാളോട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കർമ്മ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നതൊക്കെ ആൾക്കാർ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തേക്കുന്നത്. അതുവരെ അവർക്ക് അതിലൊന്നും ഒരിതില്ലായിരുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റി സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് വരായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം കുറച്ചും കൂടെ പവർ തന്നിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആണ്, എല്ലാവരോട്ടും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫിൽ സംതിങ് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു എനർജിയിലേക്ക്, ഒരു പവറിലേക്ക് ഇറങ്ങാൻ പോകുന്നതായിട്ടാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുന്ന ഒരു ടൈം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് കൂടുതലായിട്ട് വരുന്നൊരു സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്, അപ്പോഴവരുടെ എനർജി അവിടെ ഡ്രെയിൻ ചെയ്യുകയും നിങ്ങളുടെ എനർജി ഇവിടെ ഹൈ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരു യൂണിവേഴ്സൽ പ്ലാനിങ് ആണ്. നിങ്ങൾ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് ലൈഫിൽ, നിങ്ങൾ അത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗോഡ് പവർ അല്ലെങ്കിൽ സംതിങ് ഒരു നല്ലൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലൈഫിൽ ആ ഒരു സ്ഥലത്ത് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പിനെസ് നിങ്ങളൊരു ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരിത്. നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, തേർഡ് പാർട്ടിയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സൺ ഒരു കുരുക്കിൽ ഒരു ലൂപ്പിൽ പെട്ടതുപോലെയാണ്, തിരിച്ചിറങ്ങാൻ പറ്റാത്തൊരു ലൂപ്പിൽ പെട്ടതുപോലെ ഒരു പേഴ്സൺ ആയിപ്പോവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് പറ്റത്തില്ല ഇറങ്ങി വരാനായിട്ട്. കാരണം അതുപോലൊരു ലൂപ്പ് മേ ബി ഒരു ലേഡി ആയിരിക്കാം, അത് കാണുന്നതാരോ അങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു ജെൻസ് ആയിരിക്കാം. സംതിങ് ഒരു വലിയ ലൂപ്പിൽ പെട്ടിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അവിടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം വരുന്നുണ്ട്, പിന്നെ ഓരോരുത്തരുടെ സ്വഭാവത്തിന് ക്യാരക്ടറൈസ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആകപ്പാടെ ഇപ്പോഴും അവർക്കൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. മുന്നോട്ട് പോകുന്ന സമയത്ത് ടോട്ടലി അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ, ഉറക്കം പോലും ഇല്ലാത്ത രാത്രിയായിട്ട് മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. മനസ്സിൻ്റെ കോണിൽ എവിടെയോ എന്തോ ഒന്ന് അവർക്ക് തട്ടുന്നുണ്ട്. എന്തോ ഇതാണെങ്കിൽ പോലും ഇടയ്ക്ക് ഇത്രയൊക്കെ പ്രശ്നം ഒരു തേർഡ് പാർട്ടിയുടെ അവിടെ നിൽക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ച് ഈ ഒരു തേർഡ് പേഴ്സണിലേക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ റിലേഷനിലേക്ക് വരണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് നിന്നാൽ മതിയായിരുന്നു. അത് അതിയായിട്ട് ഞാൻ പറയുന്നത് ഭയങ്കര ജെനുവിനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതല്ല, ഭയങ്കരമായിട്ടുള്ള ഇതില്ല, ചെറിയൊരു പൊടിക്ക് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ബിക്കോസ് അവർക്കറിയാം നിങ്ങളടുത്ത് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അവർ കർമ്മ അനുഭവിക്കുന്നത് എന്ന് അവർക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതായത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ അവർക്കൊരു വർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാല്യൂ അവർക്ക് ആ പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന എല്ലാ കാര്യം അംഗീകരിക്കുമായിരുന്നു. അതുപോലൊരു പില്ലറായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് ഈ ഒന്നിൻ്റെ പിറകെ പോകണോ അല്ലെങ്കിൽ എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട്
ഒരു ഫിനാൻസ് ആണെങ്കിൽ പോലും കാശ് മാത്രമല്ല ജീവിതത്തിൽ വലുത്, സ്നേഹബന്ധവും വലുതാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തേക്കുമാണ് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് ഈ ഒരു പേഴ്സണിന്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ റിയലൈസായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കളയണ്ടായിരുന്നു, അത് തന്നെ മതിയായിരുന്നു, ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചും പോകാൻ പറ്റത്തില്ല, ഇതൊരു ലൂപ്പ് പോലെ ആയി പോകുന്നു, ഞാൻ എന്താ ചെയ്യുക. എന്നാൽ അവരവിടെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തോ അറിഞ്ഞോ അറിയാതെയോ അവരവിടെ ഒരു സ്നേഹം, കാരണം അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോസിൽ ചെയ്യുമ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു, കാരണം ഞാൻ കാണുന്ന എൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന വീഡിയോസിൽ മൊത്തം ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് വേറൊരാളെ പിടിച്ചു വയ്ക്കുന്നത്, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അവർ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, മോസ്റ്റ്ലി അത് കിട്ടുന്നതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയെ തൃപ്തിപ്പെടുത്താനായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെ കൊണ്ട് പറ്റുന്നത്, കാരണം അവർക്കൊരു വഴക്കുണ്ടാക്കാനോ അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനോ ഒന്നിനും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഏതൊക്കെ രീതിയിൽ സന്തോഷിക്കാൻ പറ്റുമോ അതൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ചില സമയത്ത് മനസ്സോടെ ആയിരിക്കും അവർ ഓരോ കാര്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും ഓരോ പ്രശ്നം ഉണ്ടാവരുത്, ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട്, പക്ഷേ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം, നിങ്ങളാണ് ഒരു സന്തോഷം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, വാട്ട് എവർ ആ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം, അതാണ് അവരുടെ ഒരു മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളുടേക്ക് തിരിച്ചു വരണം, നിങ്ങൾക്കൊരു എന്തോ ഒരു പുതിയൊരു റീയൂണിയൻ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ നിലവിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് പറ്റത്തില്ല. ഇതവർക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതൊക്കെ അവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇത് ഒരിക്കലും അവർക്ക് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് പോസിബിളാക്കി എടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ തേർഡ് പാർട്ടിയോട് സ്നേഹമുണ്ട്, പക്ഷെ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം ഇവിടെയാണ്, സങ്കടം അല്ലെങ്കിൽ തൻ്റെ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സേഫ് സോൺ ഇവിടെയാണ് എന്ന ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിനു വേണ്ടി ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അവർ പെട്ടുപോയൊരു ലൂപ്പിലാണ്. അവിടെ ഒരു സ്നേഹം കാണുന്നുണ്ട്, അവർ സ്നേഹിച്ച് പോയത് കൊണ്ടും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി നിൽക്കുന്നുണ്ട്. ഇപ്പം ഇത്രയൊക്കെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്ത് സ്നേഹിച്ച് പോയതാണെന്ന്. പക്ഷെ അവർ അറിഞ്ഞോ അറിയാണ്ടോ ആ റിലേഷൻഷിപ്പിൽ ഒരു അറ്റാച്ച്മെൻ്റ്, ഒരു സ്നേഹം വന്നുപോയി. അതുകൊണ്ടും ഒരു ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും, അതാണ് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പോലും മാക്സിമം ഒരു തേർഡ് പാർട്ടി ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ അതേസമയം നിങ്ങളടുത്തേക്ക് വരണം, നിങ്ങളൊരു സാമീപ്യം, നിങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് അടുത്തുണ്ടായിരുന്നാൽ മതി. അവർ അത്ര ഒരു ടൈം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കും വേണ്ടി അടിയറവ് പറയരുത്, നിങ്ങൾ ആർക്കും വേണ്ടി അങ്ങനെ ഒരു മെറ്റീരിയലായിട്ട് നിന്ന് കൊടുക്കരുത്. ഓക്കെ, കാരണം ഒരു പേഴ്സൺ മേ ബി കോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് അയക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അയച്ചാൽ ആ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് വരുന്ന ഒരു ഹാപ്പിനെസ് കുറച്ച് നേരത്തേക്ക് കിട്ടും, ഒരു 2 വാക്ക് സമാധാനം കിട്ടും, അവർ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് അവർ തേർഡ് പാർട്ടി ആയിട്ട് പോകും. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുക, അവർക്ക് വേണ്ടത് ഒരു സമാധാനമാണ്, അത് നിങ്ങളിൽ തന്നെ കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പോകും, കാരണം അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഇപ്പോൾ തൽക്കാലം അവർ തേർഡ് പാർട്ടിയിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ സമാധാനം കിട്ടുന്നത് നിങ്ങളടുത്താണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് അവരുടെ ഒരു മനസ്സിലുള്ളൊരിതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ഗൈഡൻസ് പോലെ അല്ലെങ്കിൽ വാട്ടവർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് ഫർദർ മെസ്സേജ്? കാർഡ്സ് വരുന്നില്ല, വെയിറ്റ്. എന്താണ്? ഓക്കെ, എല്ലാം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. രണ്ട് പ്രാവശ്യം എൻ്റെ ഒന്ന് പോയതായിരുന്നു ഈ കാർഡ്. ഓക്കെ, ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, ഓക്കെ, തിരിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് റഷ് ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾ അവിടെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യരുതെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അവരുടെ വഴിക്കങ്ങ് വിട്ടുകൊടുത്തേക്ക്. അവരെന്തോ പറഞ്ഞാലും ഈ ഒരു ചെവി കൂടെ കേട്ട് ഈ ഒരു ചെവി കൂടെ കളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പോകുക എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അതുപോലെ ഒരു ലോഡ് ബേർഡനുമായിട്ടായിരിക്കും നിങ്ങളുടെ സൈഡിലേക്ക് വരുന്നതൊന്ന് ഇറക്കി വെക്കാനായിട്ട്. ഓക്കെ, അത്രത്തോളം പ്രശ്നങ്ങൾ അവരവിടെ നിന്ന് സഹിച്ചു.
നിങ്ങൾ എന്താണോ വിഷമിപ്പിച്ചത് അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ പിന്നെയും വന്നിട്ട് നിങ്ങളതുപോലെ ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളുടെ എനർജി പോകുന്നില്ലാതെ അവിടെ വേറൊരൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളായിട്ട് അവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് കാര്യമാണെങ്കിലും പറയുക, കേൾക്കുക, ഓക്കെ, അതങ്ങ് വിടുക. നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് ഒട്ടും ഡിസേർവിങ് അല്ലാത്ത കാര്യമാണ്. കാരണം യൂണിവേഴ്സ് സംതിങ് ബെറ്ററാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന ടൈമിൽ നിങ്ങൾക്കത് എങ്ങനെയാണോ സംസാരിച്ച് ഡീൽ ചെയ്യാൻ തോന്നുന്നത് അതുപോലെ സംസാരിക്കുക. ലൈക്ക് റഷ് അടിക്കാതിരിക്കുക, ഭയങ്കര ദേഷ്യപ്പെടാതിരിക്കുക. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി വൈസ് അത് അത്ര നല്ലതല്ല. നമ്മളെല്ലാ കാര്യവും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ലെസൺ കിട്ടി, അത് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതവിടെ നിർത്തുക. സംതിങ് ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോഴേക്ക് നിങ്ങൾ അതിലേക്ക് ഇറങ്ങേണ്ടി വരും. അല്ലാതെ ഇതിൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ എനർജി കളയുക, ഒരു പേഴ്സൺ വരുമ്പോൾ വെറുതെ സംസാരിച്ച് സമയം കളയുക. ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടാവും തിരിച്ച് വരുമ്പോൾ. ചിലപ്പോൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ടാവും. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ളതല്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആക്ഷൻ എടുക്കുക. സംതിങ് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ലൈഫ് ഇവിടെ നിന്നിട്ടില്ല. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഇവിടെ നിന്നിട്ടില്ല. നിങ്ങൾ സംതിക്കായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ലൈഫിലേക്ക് ഇറങ്ങുക എന്നാണ് യൂണിവേഴ്സിന് ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം. ഓക്കെ, താങ്ക് യു.